അമ്മ എന്താ പറയുക? സുഖാണോ? സെറ്റാണ്. എത്ര നോമ്പ് പിടിച്ച്? എത്ര നോമ്പ് പിടിച്ച്? 23. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ആരൊക്കെ നോമ്പ് പിടിച്ച ആൾക്കാര്? മാഷാ അല്ലാ. എത്ര നോമ്പ് പിടിച്ച്? എത്ര നോമ്പ് പിടിച്ച്? 23. 28 നോമ്പ് പിടിച്ചാ? 25, 25. മാഷാ അല്ലാ. എത്ര? ആ, എങ്ങനുണ്ട്? ചൂടുണ്ടോ? ക്ഷീണമുണ്ടോ? ചൂടുണ്ടോ? നല്ല ചൂടാണോ? ഓക്കെ ഓക്കെ. നോമ്പ് പിടിച്ചിട്ട് റാഹത്തല്ലേ? സന്തോഷല്ലേ? പെരുന്നാളൊക്കെ ആയില്ലേ? എന്താ ഇവിടുത്തെ പരിപാടി? എന്തായിരുന്നു പരിപാടി? എല്ലാരും കളിക്കണ്ടായിരുന്നല്ലോ. ആണോ? ഒപ്പനയോ? ആനുവൽ ഡേ വരുന്നുണ്ടോ? ആ, പരിപാടിയോ? എവിടാ? ആ, ശരി. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. പ്രാക്ടീസ് എടുത്താണോ? സന്തോഷല്ലേ എല്ലാവർക്കും? സന്തോഷല്ലേ? ഓക്കെ ഓക്കെ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. നോമ്പ് പിടിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ നമുക്ക് സഹായിക്കുന്നവരും അതുപോലെ തന്നെ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുന്നവരും ഇതിന്റെ നടത്തിപ്പുകാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? മാഷാ അല്ലാ, ബറക്കല്ലാ. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. നോബിന് സുഖല്ലേ? ആ, മാഷാ അല്ലാ. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അമ്ന എന്താണ്? അമ്ന എന്താ പറയുക? സുഖാണോ? സുഖാണോ? പഠിക്കണ്ട? നന്നായിട്ട് പഠിക്കണ്ട? ആ, ശരി. ഉഷാറാകണം കേട്ടോ, ഇൻഷാ അല്ലാ. പ്രിയ സഹോദരങ്ങളെ, ജാമിയ ബുസ്താനുൽ ഉലൂമിൽ പ്രവർത്തിക്കുന്ന കരുണാഭവനിലെ മക്കളാണിത്. വളരെ സന്തോഷം തോന്നി ഇവിടെ വന്നപ്പോൾ. കാരണം ഇവരിൽ പല ആളുകൾക്കും നോമ്പാണ്. നോമ്പ് നോറ്റുകൊണ്ടാണ് ഈ കുട്ടികൾ ഇവിടെ ജീവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമുക്കറിയാം, അള്ളാഹു അവർക്ക് ഇളവ് കൊടുത്തവരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവർക്ക് ജീവിതം നൽകുകയും നാളെ സ്വർഗത്തിനു വേണ്ടി അള്ളാഹു തെരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകളാണ്. ഭൂമിയിൽ തന്നെ സ്വർഗം ഉറപ്പായ മനുഷ്യർ, സ്വർഗത്തിൽ വസിക്കേണ്ട ആളുകൾ, അവരാണിവര്. അൽഹംദുലില്ലാഹ്, ഇവിടെ വന്നപ്പോൾ അവരിൽ പല ആളുകളും നോമ്പാണ്. നോമ്പെന്ന് പറയുമ്പോൾ എല്ലാ നോമ്പും നോറ്റ മക്കളടക്കം ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്. ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനയിൽ ഈ മഹത്തായ സംവിധാനത്തിന് വേണ്ടി സഹകരിക്കുന്ന, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഉണ്ടാകണമെന്ന് ഈ കുഞ്ഞിക്കൂട്ടങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ മക്കളുണ്ടാകണം. ഇവരുടെ ഉയർച്ചയും വളർച്ചയും തീർച്ചയായും നമ്മുടെ ലക്ഷ്യമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന വർഷത്തിൽ ഏർലി ഇന്റർവെൻഷൻ എന്ന വലിയ വിപുലമായ സംവിധാനം കരുണാഭവന്റെ ഭാഗമായി ഒരുങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ മനുഷ്യരും ഈ മഹത്തായ സ്ഥാപനവുമായി ചേർന്ന് നിൽക്കുകയും ഇതിന്റെ വ്യത്യസ്തങ്ങളായ പദ്ധതികളെ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയും എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.